ഈ BJP-യിലേക്കുള്ള പോകാനുള്ള ചർച്ചകൾ തുടങ്ങിയത് എങ്ങനെയാണ്, എത്ര നാളായി എന്നതൊക്കെ വെളിപ്പെടുത്താൻ പറ്റുമോ റജി ലൂക്കോസ്? ഞാൻ CPM-ന്റെ ഒരു പദവികളിൽ ഇതുവരെ ഇരുന്നിട്ടില്ല, ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ലോക്കൽ കമ്മിറ്റിയിൽ പോലും മെമ്പറല്ലായിരുന്നു. ഞാൻ CPM-ൽ ഒരു 7 വർഷമായിട്ട് മെമ്പറാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് ഒരു ഔദ്യോഗിക പദവിയും ഞാൻ ഈ പാർട്ടിയുടെ വഹിച്ചിട്ടില്ല. അത് തന്നെയല്ല, ബഹുമാനപ്പെട്ട മന്ത്രി വാസവ ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ്, എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ വളരെ ആത്മബന്ധമുണ്ട്. ഫോൺ ചെയ്താൽ അപ്പോൾ തന്നെ എടുത്ത് സംസാരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഇതിൽ പറയാത്ത ചില വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ജെന്റിൽമാൻ ടോക്കല്ലെന്ന് കരുതുന്നുണ്ട്, ഞാനത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന്, അന്ന് പല സഖ്യാത്തിലല്ല, ചാനലുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ റജി ലൂക്കോസ് എന്ന് പറയുന്നത്. എന്നോട് എന്തെങ്കിലും ഒരു നീതി ഈ പാർട്ടി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളത് ചോദിച്ചുകൊണ്ട് ഞാനാണ് പറയാം, അല്ല ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളല്ല. എന്തെങ്കിലും ഒരു നീതി ഒന്നും ആലോചിച്ച് നോക്കൂ. എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഞാനൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല, ഹാഷ്മിക്കറിയാം, പാർട്ടി നേരിട്ട പല പ്രതിസന്ധികളിലും ഞാൻ ഒരാൾ മാത്രം, ഒരു ഔദ്യോഗിക വ്യക്താവും പോകത്തില്ല, ഞാനിരുന്ന് എന്താ പറയുക, എൻ്റെ ആത്മാർത്ഥമായ രീതിയിലുള്ള പ്രതിരോധം ഞാൻ തീർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതിൽ ഉറച്ചു നിന്നു. ഇന്നിപ്പോൾ പലരും അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ആത്മാർത്ഥത ഞാനന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം രണ്ടാമത് അസുഖം കഴിഞ്ഞ് ചാർജ് എടുക്കുന്ന തലേ ദിവസം AK സെൻറ്ററിൽ ഞാനും അദ്ദേഹവുമായിട്ട് 40 മിനിറ്റോളം ഒരു മുറിയിൽ നിന്ന് സംസാരിച്ചു. അദ്ദേഹം എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഞാൻ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നതിനെക്കുറിച്ചും എന്നോടുള്ള താല്പര്യവും ഞാൻ വളരെ ആദരവോടെ കേട്ടിരുന്നത്. ഇന്നും അദ്ദേഹത്തിൻ്റെ വേർപാട് CPM-നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്തെങ്കിലും ഉറപ്പ് താങ്കൾക്ക് നൽകിയിരുന്നോ? താങ്കൾ ആ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം CPM പ്രതികളെ വിടാത്തപ്പോൾ അങ്ങേയറ്റം പ്രതിരോധത്തിലായി നിൽക്കുന്ന അവസരങ്ങളിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്ത പല വിഷയങ്ങളും താങ്കൾ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയ്ക്കകത്ത് ഒരുപക്ഷെ ബാലിശം എന്ന് തോന്നാവുന്ന രീതിയിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി താങ്കൾ പ്രതിരോധം ചമച്ചിട്ടുണ്ട്, ക്യാപ്സ്യൂൾ എന്നൊക്കെ പറയുന്ന പോലെ. അതിൽ പാർട്ടി താങ്കളെ ഏത് രീതിയിൽ പരിഗണിക്കണം എന്നുള്ളതാണ് താങ്കളുടെ ഉള്ളിലെ ആഗ്രഹം. അതാരോടെങ്കിലും പറഞ്ഞിരുന്നോ റജി ലൂക്കോസ്? ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെത്. എനിക്കൊരു പദവി വേണം, എന്നെ എന്തെങ്കിലും രീതിയിൽ ആദരിക്കണം, സ്നേഹിക്കണം എന്നൊരു മനുഷ്യനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും വേണമെന്ന് അങ്ങോട്ട് ചെന്ന് ചോദിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ PS പ്രശാന്തിനെ എടുക്കുക, അദ്ദേഹം CPM-കാരനാണോ? നെടുമങ്ങാട് മത്സരിച്ച് തോറ്റു. ആ തോൽവിയുടെ കഥകളൊക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തിരിച്ചു നേരെ അധികാരവും മറ്റു പലതും മോഹിച്ച് CPM വന്നു. നേരം ഇരുട്ടി വെളുത്തപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും റെസ്പെക്റ്റീവായിട്ടുള്ള ഒരു ബോർഡിൻ്റെ പ്രസിഡൻ്റായി. അതുപോലെ തന്നെ അങ്ങനെ നിരവധി പേര്. ഈ P. സരിൻ എന്ന് പറയുന്ന ആൾ നിങ്ങളെല്ലാം പാടിപ്പൊടുത്തുന്നല്ലോ, അദ്ദേഹമാണ് കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിച്ച ആൾ. അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ സൈബർ സെല്ലിൻ്റെ മേധാവിയായിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ഈ ലോക്ക് ചെയ്ത എന്താ പറയുക, മുഖം മൂടി അണിഞ്ഞവരെ കൊണ്ട് കേരളം മുഴുവനും ദോഷകരമായ രീതിയിൽ ആ ബഹുമാന മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഡോക്ടർ P. സരിൻ. ആ മനുഷ്യൻ ആർത്തിമൂത്ത്, അധികാരമൂത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പിറ്റേ ദിവസം അദ്ദേഹത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി. എന്ത് നീതിയായി പാർട്ടി കിടന്ന് വഴിയെ പോകുന്നവർക്കെല്ലാം കൊടുക്കുന്ന പദവികൾ. റജി ലൂക്കോസ്, ഇവിടെ പദവി കിട്ടിയില്ലെങ്കിൽ അതുവരെ പറഞ്ഞതൊക്കെ വിഴുങ്ങി പാർട്ടി മാറി സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞ ഓരോരുത്തർക്ക് വ്യക്തിപരമായ താല്പര്യം. താങ്കൾ നേരത്തെ പോലെ വ്യക്തിപരമായ താല്പര്യം. താങ്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ കരുതിയത് താങ്കൾക്ക് ആ പ്രത്യയശാസ്ത്രമുള്ള ഇഷ്ടം കൊണ്ടും അതിനുള്ള ആത്മാർത്ഥം കൊണ്ടുമാണെന്നാണ് ഞാൻ കരുതിയത്. അതല്ലാതെ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അറിയിച്ചിട്ട് അത് അങ്ങനെ ഉണ്ടായിരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ CPM-നോട് പറഞ്ഞാൽ CPM ഒരു സ്ഥാനം തരില്ലായിരുന്നു. കാര്യം അങ്ങേയറ്റം വഷളായ വിഷയങ്ങൾ പോലും CPM-നെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാനങ്ങനത്തെ പദവി ആഗ്രഹിക്കുകയോ പദവിക്ക് വേണ്ടി പോവുകയോ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പ്രഷർ ചെലുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ പാർട്ടി പരിഗണിക്കുന്നില്ല? നിങ്ങളാണ് ഈ 10, 11, 13 വർഷമായിട്ട് ഈ പാർട്ടിയുടെ പല പ്രതിസന്ധികളും, ഗുരുതരമായ പ്രതിസന്ധികളിലും വന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ പ്രതിരോധിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനതൊന്നും ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ആശയം കൊണ്ട് തന്നെയായിരുന്നു. സത്യസന്ധമായ കാര്യം പറയാം, ഇതുവരെ അതിനുവേണ്ടി ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാൻ ചിലരുടെ പേര് പറഞ്ഞാൽ അത് ശരിയാകത്തോണ്ട് തന്നെയാണ്. എൻ്റെ അടുത്ത് പലരും വന്ന്, നിങ്ങളൊക്കെ അറിയുന്നവർ പോലും ചോദിച്ചിട്ടുണ്ട്. പലരും അതിൽ പല മേലധ്യക്ഷന്മാരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ മതത്തിൻ്റെയോ മറ്റൊന്നിനും പേരും പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മനുഷ്യൻ
ഹാഷ്മിനോട് ചോദിച്ചു. അതുകൊണ്ട് ഇതിലൊരു ഒറ്റ കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും ഒടുവിലും ഈ രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ക്രൈസ്തവവേട്ട വിഷയങ്ങളിലൊക്കെ എൻ്റെ ചർച്ചകളിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന ആളാണ് താങ്കൾ. അങ്ങനെ ആ ക്രൈസ്തവവേട്ടയിലൊക്കെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉണ്ടായ പ്രശ്നത്തിലടക്കം ഈ പറയുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ 500% വർദ്ധിച്ചു വന്ന കണക്കുകളടക്കം ഉദ്ധരിച്ചുകൊണ്ട് വളരെ ആധികാരികമായ ക്രൈസ്തവവേട്ട നിർത്തണം എന്ന നിലപാട് സ്വീകരിച്ച ആളാണ് താങ്കൾ. BJP-യിലേക്ക് മാറുമ്പോൾ ആ നിലപാട് വിഴുങ്ങുമോ റജി ലൂക്കോസ്? ഇല്ല, വിഴുങ്ങില്ല. ഞാൻ ഈ കാര്യം BJP-യുടെ ഔദ്യോഗിക ഭാരവാഹികളോട് വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച ഒരാളാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരതിനു വേണ്ടിയിട്ട് വളരെ തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ ക്രിസ്ത്യൻ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഞാനിങ്ങനെ ജാതിയുടെ മതങ്ങളുടെ പേര് ഇന്നുവരെ ഒരു ചർച്ചകളിലും ഞാൻ സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷേ പറയാം, വോട്ടിംഗ് മെഷീനായിട്ടൊരു സമൂഹത്തിനെ മാത്രം കാണുന്ന ശൈലി അത് തെറ്റാണ്. മധ്യ തിരുവിതാംകൂറാണ് കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നതിന് ഉള്ള വോട്ട് രേഖപ്പെടുത്തുന്ന വിഭാഗം. അതിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വിഭാഗത്തിനെ ഞാൻ ഇന്നലെ വരെ പ്രതികരിച്ചിരുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം യാതൊരു പരിഗണനയും നൽകുന്നില്ല എന്നുള്ള പരാതി അവർക്കുണ്ട്. അത് വളരെ സ്ട്രോങ് ആണ്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വോട്ടിംഗ് യന്ത്രങ്ങളായി ഒരു സമുദായത്തെ കാണരുത് എന്നുള്ളത് ഒരുപക്ഷെ ഒരു സെൽഫ് റോളായി പോകുമോ, BJP വിമർശനം പോലും ആയി പോകുമോ എന്നതുകൂടി താങ്കൾ ആലോചിക്കുക. ഓക്കെ റജി ലൂക്കോസ്, എന്തായാലും താങ്കളുടെ സ്വാതന്ത്ര്യമാണ്, താങ്കളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതിൽ ഈ പ്രത്യയ ശാസ്ത്രങ്ങൾ, രാഷ്ട്രീയ ധാർമ്മികത ഒക്കെ ശരിയോ തെറ്റോ എന്നൊക്കെയോ അതൊക്കെ വൈയക്തികമായ വിഷയമാണ് എന്ന് പറയുമ്പോൾ പോലും മിനിഞ്ഞാന്നും ശ്രീ റജി ലൂക്കോസ് നമ്മുടെ ചർച്ചയിൽ വന്ന ഇടത് CPM-ന് വേണ്ടി, മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയൊക്കെ നടത്തിയ ബാറ്റിംഗ് ആഞ്ഞടിക്കലുകൾ ഇപ്പോഴും ചെവി മുഴങ്ങുകയാണ്. അത് മാത്രം കൊണ്ട് ദഹിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.